പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, നിറയണമേ കൃപ ചൊരിയണമേ, വരമേഴും നൽകണമേ, വരമേഴും നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ, പാപത്തിൻ ബന്ധനമഴിച്ചിടാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടാൻ ആത്മബലം നീ നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. പെരുമഴ പോൽ വരൂ വരൂ വരൂ, വരമഴ ചൊരിയൂ 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 ചൊരിയൂ. ആത്മാവേ പരിശുദ്ധാത്മാവേ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വചന ഭാഗം നമ്മളിപ്പോൾ ധ്യാനിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 43 മുതലുള്ള തിരുവാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 43 മുതലുള്ള തിരുവാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിൽ കല്ലറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോ മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോ പറഞ്ഞു, ഗുഹയെ അടച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുക. ഈശോ അതിനുശേഷം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. വചനം പറഞ്ഞു, മരിച്ചവൻ ഉടനെ പുറത്തേക്ക് വന്നു. പക്ഷേ മരിച്ച ലാസറിന് ജീവൻ കിട്ടിയെങ്കിലും അവനെ നോക്കിയവരെല്ലാം ഒന്ന് പെട്ടെന്ന് നിന്നുപോയി. കാരണം അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും ഇരുന്നു. ലാസറിന് ജീവൻ കിട്ടി, പക്ഷേ അവൻ ബന്ധിക്കപ്പെട്ടവനാണ്. ലാസർ മരിച്ചവനാണ്, അവന് ജീവൻ കിട്ടി, അവന് ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷേ അവന് സ്വാതന്ത്ര്യമില്ല, അവൻ ബന്ധിക്കപ്പെട്ടവനാണ്. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. മുഖം മറയ്ക്കപ്പെട്ടതിനാൽ അവന് മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതിനാൽ അവന് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെയായി. പ്രിയപ്പെട്ടവരെ, ലാസറിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണ്. ജീവനുണ്ടെങ്കിലും നമുക്ക് പലർക്കും സന്തോഷമില്ല. ജീവനുണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ല. നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമുക്കെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ജോലിയുണ്ട്, എല്ലാം നമുക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷമില്ല, നമുക്ക് സമാധാനമില്ല, നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മൾ
ബന്ധിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം ബന്ധിക്കപ്പെടുന്നത് ശരീരത്തിൽ ഒരു രോഗമുണ്ടാകുമ്പോഴാണ്. ഇപ്പം എൻ്റെ കൈക്ക് വല്ലാത്തൊരു നീർക്കെട്ട് ബാധിച്ചാൽ ആ കൈ ഉയർത്താൻ എനിക്ക് സാധിക്കില്ല. കൈയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. സന്ധിവാതം വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് നടക്കാൻ സാധിക്കില്ല. അവൻ്റെ ശരീരം, അവളുടെ ശരീരം ആ രോഗനിമിത്തം ബന്ധിക്കപ്പെടുന്നു. ശരീരത്തിൻ്റെ രോഗം ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ബന്ധിക്കുന്നു. നമ്മൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്നവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോടടുക്കാൻ പറ്റുന്നില്ല. പാപം നിന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു. എന്നാൽ ശരീരത്തിനും ആത്മാവിനുമിടയിൽ ബന്ധിക്കപ്പെട്ടൊരു മനസ്സ് നമുക്ക് പലർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അച്ഛാ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ എല്ലാ ദിവസവും കൂരാച്ചുണ്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ മനസ്സിന് എനിക്കൊരു സുഖമില്ല. മനസ്സിന് ഒരു സുഖമില്ല. മനസ്സിങ്ങനെ സുഖമില്ലാതാകുന്നത് മനസ്സ് ബന്ധിക്കപ്പെടുന്നത് കൊണ്ടാണ്. മനസ്സിന്റെ ബന്ധനമാണ് ആന്തരിക മുറിവുകൾ. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അമേരിക്കയെ കുറിച്ചാണ്, ഇല്ലേ? സാങ്കേതിക വിദ്യയിലും അറിവിൻ്റെ മേഖലയിലും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഏത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ. സമ്പത്ത് വർദ്ധിച്ചു വന്നു, പ്രതാപം നിറഞ്ഞു വന്നു. പക്ഷേ അമേരിക്കയിൽ ജീവിക്കുന്ന പലർക്കും മനസ്സിന് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ജീവിതത്തിൽ എന്തോ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അക്കാലയളവിൽ അവിടുത്തെ ആരോഗ്യ വിദഗ്ധന്മാരും മനഃശാസ്ത്ര പണ്ഡിതന്മാരും അമേരിക്കൻ ജനതയുടെ ജീവിതത്തെ പറ്റി പഠിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, എന്താണെന്നറിയാമോ? അമേരിക്കക്കാരൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു വരിഞ്ഞു മുറുക്കം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ആ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവസ്ഥ? ടെൻഷൻ, സ്ട്രെസ്, ഉത്കണ്ഠ, ആകുലത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥയിലാണ് നമ്മളിൽ പലരും കഴിയുന്നത്. പണ്ടത്തേതിനേക്കാളും ഇരട്ടി വികസനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിലുണ്ട്. പണ്ട് നടക്കാൻ ഇടവഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് നാലുപാടും ടാറിട്ട റോഡാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പണ്ടുണ്ടായിരുന്നത് ഓടിട്ട വീടുകളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കുള്ളത് 2 നില കോൺക്രീറ്റ് വീടുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരത്തെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ പേരും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചു, വിദ്യാഭ്യാസം പെരുകി, നമുക്കെല്ലാ രീതിയിലും ഉയർച്ചയുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ച് നിൽക്കുന്ന ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം നമ്മുടെ മനസ്സിന്റെ ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോഴും വലിയ വീടുകളിൽ താമസിക്കുമ്പോഴും
നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി, കേരളത്തിലെ പ്രമുഖനായൊരു ബിസിനസ്സുകാരൻ ധ്യാനം കൂടാൻ വേണ്ടി പുതുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്നു. ആ മനുഷ്യൻ പണിതുയർത്തിയിരിക്കുന്ന വീട് 9 കോടിയുടെ ഒരു വീടാണ്. ആ വീടിനെ പറ്റി അയാൾ എന്നോട് വർണ്ണിച്ചു. എന്തെന്നറിയാമോ? ബെഡ്റൂമിൽ നിന്ന് മുമ്പോട്ട് ചാടിയാൽ സ്വിമ്മിംഗ് പൂളാണ്. എല്ലാ തരത്തിലും സൗകര്യങ്ങൾ നിറഞ്ഞ വലിയൊരു മണിമാളികയിൽ താമസിക്കുന്ന 9 കോടി രൂപ മുതൽ മുടക്കുള്ളൊരു വീടിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ആ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കമില്ല. ആ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പുതുപ്പാടിയിൽ ധ്യാനം കൂടിക്കൊള്ളാൻ പറഞ്ഞു. ആ മനുഷ്യൻ പുതുപ്പാടിയിൽ ധ്യാനം കൂടി. പുതുപ്പാടിയിലെ കട്ടിലിനൊരു പ്രത്യേകതയുണ്ടെന്നറിയാമോ? 2 അടി വീതിയുള്ള കട്ടിലാണ് അവിടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാ കട്ടിലാണ്. പക്ഷേ ഈ മനുഷ്യൻ 1-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, കുറേ മാസങ്ങൾക്ക് ശേഷം ശരിക്കും ഞാൻ ഉറങ്ങിയത് ധ്യാന കേന്ദ്രത്തിലെ ഈ സാധാ 2 അടി പലകക്കട്ടിൽ കിടന്നപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് സമ്പത്തുണ്ട്, വലിയ ബിസിനസ് ഉണ്ട്, നാട്ടിലെ പ്രമാണിയാണ് ഞാൻ, പള്ളിയിലെ പ്രധാനപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് മാസങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, മനസ്സമാധാനമില്ല. കണ്ണടച്ചാൽ എനിക്ക് പേടിക്കുന്ന അനുഭവങ്ങളെ ഓർക്കാനുള്ളൂ. വീട്ടിൽ കിടന്നിട്ട് ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നെല്ലാ മലയാളികളുടെയും, കേരളത്തിലല്ലേ കൂരാച്ചുണ്ട്, ഇപ്പം നമ്മുടെയും ദുഃഖം ഇതുപോലത്തെ ദുഃഖമാണ്. മക്കളൊക്കെ വിദേശത്തൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കൊരു സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേരും പ്രതാപവും നമുക്കുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഇപ്പം നമ്മുടെ മനസ്സിന് ഒരു വിടുതൽ, മനസ്സിന് ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, അതാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. ആധുനിക മനഃശാസ്ത്രം മനസ്സിനെ പറ്റി പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മനസ്സെന്ന് പറയുന്നത് ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്കുള്ള ഒരു പാലമാണ്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഇടയ്ക്കുള്ളൊരു പാലമാണ് ഏത്? മനസ്സ്. നമുക്ക് മനസ്സിന് സുഖമില്ലെങ്കിൽ നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ മൂടുണ്ടാവുമെന്ന് ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിങ്ങനെ തളർന്നിരിക്കുകയാണെങ്കിൽ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ നമുക്കത് അത്ര അങ്ങോട്ട് പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സുഖമുണ്ടാകണം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന മനസ്സാകുന്ന പാലം തകർന്നു പോയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെട്ടും ആടിയുലഞ്ഞും ബന്ധിക്കപ്പെട്ടും നിരാശിതരായും ഇവിടെ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മനസ്സിന് ഒരു വിടുതൽ, സൗഖ്യം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു.
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ വേദനിക്കുന്ന ഓർമ്മകളെ കുറിച്ച് പറയുന്നത് അത് കൈപ്പേറിയ വിഷമാണെന്നാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ടെൻഷൻ, ഉത്കണ്ഠ, ആകുലത, ഭയം, നിരാശ, കുറ്റബോധം, അപകർഷതാബോധം, ഇതെല്ലാം കൈപ്പേറിയ വിഷമായിട്ടാണ് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ, വിലാപം എന്ന് പറഞ്ഞാൽ ദുഃഖം, കരച്ചിൽ, അതിനെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ എന്താ പറയുന്നത്? എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ദുഃഖം നിറഞ്ഞിരുന്നാൽ, ആകുലത നിറഞ്ഞിരുന്നാൽ, ഭയമുണ്ടെങ്കിൽ ആ വിഷം നമ്മെ സാവധാനത്തിൽ കൊല്ലാൻ തുടങ്ങും. നമ്മുടെ മനസ്സിലുള്ള ദുഃഖം, മനസ്സിലുള്ള നിരാശ, ഭയം നമ്മളെ സാവധാനത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അമേരിക്കയിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ, ഒരു ആത്മീയ ചിന്തകൻ, അയാൾ പറയും, മനസ്സിൻ്റെ ദുഃഖം, മനസ്സിൻ്റെ വേദന, മനസ്സിൻ്റെ ക്ഷതങ്ങൾ അത് ഒരു വ്യക്തിയെ സാവധാനത്തിൽ കൊല്ലുന്നു. എ സൈലന്റ് കില്ലർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾ നിശബ്ദനായ കൊലയാളിയാണ്. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾ നിശബ്ദനായ കൊലയാളിയാണ്. പണ്ടൊക്കെ നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് നരയ്ക്കണമെങ്കിൽ കുറെ കൊല്ലം കഴിയണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടത്തേതിനേക്കാൾ വേഗത്തിൽ നമ്മൾ വൃദ്ധരും രോഗം പിടിപെടുന്നവരും ക്ഷീണിതരും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വികസനത്തിന് യാതൊരു പഞ്ഞവും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗകര്യത്തിന് യാതൊരു കുറവും നമുക്കില്ല. പണ്ടത്തേതിനേക്കാൾ ഇരട്ടി സൗകര്യങ്ങൾ നമുക്കില്ലേ? ആശുപത്രികൾ, വഴികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മൾ അറിയാതെ നിശബ്ദനായ ഒരു കൊലയാളിയെ പോലെ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന മുറിവുകളെ നമ്മൾ തിരിച്ചറിയണം. ദുഃഖത്തിൻ്റെ മുറിവുകളും ഭയത്തിൻ്റെ മുറിവുകളും നിരാശയുടെയും അപകർഷതാബോധത്തിൻ്റെയും ഒക്കെ മുറിവുകളുമായിട്ടാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുറമേ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ചിരിയെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നമുക്ക് വലിയൊരു വിങ്ങലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖമെല്ലാം മിനുക്കിയാണ് നമ്മൾ പള്ളിയിൽ വരുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തേങ്ങലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് എന്താവശ്യമാണ്? സൗഖ്യം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൻ്റെ മുറിവുകൾ ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അതിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ 2 ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ഉദാഹരണം ചൈനയിൽ വളരുന്ന ഒരു പ്രത്യേകതരം മുളയെക്കുറിച്ചാണ്. ബാംബു മുള. ആ മുളയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആദ്യം ആ മുളയുടെ വേരുകൾ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് വളരും. പുറമേ നോക്കുമ്പോൾ കാര്യമായ വളർച്ച അതിൻ്റെ ശാഖകൾക്കുണ്ടാകില്ല.
അങ്ങനെ 1.5 കൊല്ലം ഭൂമിക്കടിയിലേക്ക് അതിൻ്റെ വേരുകൾ പായിച്ച് വേരുകൾ ശക്തമായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് വളരാൻ വേണ്ടി തുടങ്ങുന്നു. നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾക്ക് നമ്മുടെ പ്രായത്തോളം പഴക്കമുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് 50 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ 10ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചതിൻ്റെ ഒരു ഷോക്ക് അയാളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് കരുതുക. പ്രിയപ്പെട്ടവരെ, 50 വയസ്സുള്ള ആളുടെ ജീവിതത്തിൽ 10ാമത്തെ വയസ്സിൽ സംഭവിച്ച മരണത്തിൻ്റെ ദുഃഖം, മരണത്തിൻ്റെ വേദന കഴിഞ്ഞ 40 കൊല്ലമായി ആ വ്യക്തിയുടെ കൂടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുപോലത്തെ സമാനമായ ഒത്തിരിയേറെ ദുഃഖങ്ങളെ പറ്റി നമുക്ക് പറയാനുണ്ട്. വീട്ടിലെ ദാരിദ്ര്യത്തെ പറ്റി, ചെറുപ്പകാലത്തെ രോഗങ്ങളെ പറ്റി, നമ്മുടെ തകർച്ചകളെ പറ്റി, പരാജയങ്ങളെ പറ്റി നമുക്ക് പറയാൻ ഉണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്തിങ്ങനെ പങ്കുവെച്ച് പറഞ്ഞു. ആ വ്യക്തി പറയുകയാണ്, അച്ഛാ, എനിക്കൊന്നിലും ഒരു ആത്മവിശ്വാസമില്ല, ഒന്നിലും എനിക്കൊരു ആത്മവിശ്വാസമില്ല. ധ്യാനം കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ഭയം എന്നെ വേട്ടയാടുകയാണ്. ചോദിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തെന്നറിയാമോ? ജീവിതത്തിൽ 20 വയസ്സ് വരെയുള്ള അനുഭവങ്ങൾ പരിശോധിച്ചാൽ ഈ വ്യക്തിക്ക് തോൽവി മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ പറയുന്നു, എൻ്റെ പഠിപ്പ് 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ നിർത്തിയതാണ്. കാരണം തോറ്റ് സ്കൂളിലെ പരാജയത്തിൻ്റെ എംബ്ലമായിട്ട് അവരെന്നെ തീരുമാനിച്ചു. ആ സ്കൂളിലെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ അപ്പം പറഞ്ഞു, നിനക്ക് നാട്ടിൽ ഒരു കടയൊക്കെ ഇട്ടു തരാം. അങ്ങനെ ചെറിയ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി. പക്ഷേ അവിടെയും ഞാൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടവനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ കല്യാണം കഴിച്ചു. മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ഭാര്യ അയാളെ ഇട്ടേച്ചു പോയി. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പരാജയപ്പെട്ടവൻ, കടയിൽ പരാജയപ്പെട്ടവൻ, ജീവിതത്തിൽ പരാജയപ്പെട്ടവൻ, അവൻ്റെ ചങ്ക് നിറയെ ഉള്ളതെന്താണ്? പരാജയത്തിൻ്റെ ഓർമ്മകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യന് എത്ര തടിമിടുക്കുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൻ്റെ കാല് വിറയ്ക്കും, കൈ വിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലത്തെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതുപോലത്തെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഓർമ്മകൾ നമ്മളെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് പോകാനാവാത്ത വിധം പിന്നോട്ട് വലിക്കപ്പെടുന്നത്. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ശക്തിയായി അടിച്ച് കർത്താവിന് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഞാൻ എന്തുകൊണ്ട് തോറ്റുപോകുന്നു? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്? അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് മാവിലും പ്ലാവിലും വളരുന്ന ഇത്തിൾ കണ്ണിയുടെ ഉദാഹരണമാണ്. മാവിലും പ്ലാവിലുമൊക്കെ വളരുന്ന ഇത്തിൾ കണ്ണിയുടെ പ്രത്യേകത എന്താണ്? മരത്തിൻ്റെ ജീവരസം ഊറ്റിക്കുടിച്ച് ഇത്തിൾ കണ്ണി അങ്ങ് പുഷ്ടിപ്പെടും. പക്ഷേ ഏത് ശാഖയിലാണോ, ഏത് കൊമ്പിലാണോ ഇത്തിൾ കണ്ണി വളരുന്നത്,
ആ കൊമ്പിൻ്റെ പച്ചപ്പ് കെട്ടുപോകും. ഒരു സുപ്രഭാതത്തിൽ ആ കൊമ്പ് ചുള്ളിക്കൊമ്പായിട്ടൊടിഞ്ഞ് താഴത്തേക്ക് വീഴും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പച്ചപ്പ് കെടുത്തുന്ന ഏതോ ഒരു ആന്തരിക മുറിവ് നമ്മളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച മനസ്സോടുകൂടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ നിരാശ, അതല്ലെങ്കിൽ ആകുലത, അതുമല്ലെങ്കിൽ ദുഃഖം, വേറൊന്ന് പറഞ്ഞാൽ അപകർഷതാബോധം. ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവരസത്തെ വലിച്ചെടുത്ത് അവസാനം നമ്മൾ ഫലം ചൂടാൻ പറ്റാത്ത വിധത്തിൽ ശുഷ്കിച്ച് വാടിത്തളർന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ഒരു 60 വയസ്സൊക്കെ ആവുമ്പോൾ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കിയിട്ട് എന്ത് പറയും? ഈ ജീവിതം പോക്കായി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൊണ്ടൊന്നിനും ഉപകാരമില്ല, ജീവിതം പാഴായിപ്പോയി, നഷ്ടമായിപ്പോയി, ഞാനൊരു പരാജയമാണെന്ന് ജീവിതത്തിൻ്റെ വാർദ്ധക്യ നേരത്ത് നമ്മൾ നമ്മോട് തന്നെ പറയും. അങ്ങനെ ശിഷ്ടകാലം ദൈവത്തെ പ്രാഗിയും കുടുംബത്തെ പഴിച്ചും ജീവിതത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞും നിരാശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയുള്ളവരെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആന്തരിക മുറിവുകളെ, മനസ്സിൻ്റെ ബന്ധനങ്ങളെ, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നുകൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ കർത്താവിനോട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്.